രാജേട്ടൻ്റെ കോമഡി സിനിമകൾ റിലീസാകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പം അതിൽ കാഷ്യൂനറ്റ് ഒക്കെ കിട്ടുന്നൊരു സന്തോഷമാണ്. ചിലർക്ക് അത് ഇഷ്ടമല്ലേ? കാരണം ഇതുവരെ കാണാത്ത രാജേട്ടനെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും പലപ്പോഴും. ശരിക്കും പൃഥ്വിരാജ് ബേസിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഞാൻ ബേസിൽ എങ്ങനെ അനശ്വരയൊക്കെ ജനിച്ചു തന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ സിനിമാ നടിയാകണമെന്ന് ആഗ്രഹിച്ച കുട്ടിയാണെന്ന് ഇപ്പൊ പറയുകയുണ്ടായി. ഞാൻ ജനിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. നേരിൽ അനശ്വര ഭയങ്കര അടിപൊളിയായിരുന്നു. ഇല്ല ഇല്ല, സെറ്റിൽ വന്നിട്ട് ഇവളാ എന്നും പറഞ്ഞ പോയ മനുഷ്യനാണ്. ബേസിൽ ജോസഫ് ആട്ടിൻ തോലിട്ട ചെന്നായി പൃഥ്വിരാജ്. ഓക്കെ, ആടുജീവിതത്തിന് വന്നിട്ട് നജീബൊക്കെ അനുഭവിച്ച യാതനകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനും ബ്ലസ് അയ്യോ അത് വളരെ മോശമല്ലേ? അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് കൂടെ തന്നെ ഇരുന്നിട്ട് മലയാള സിനിമ തകർച്ചയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 150 സിനിമകൾ ഇറങ്ങി, അതിൽ വെറും 10 സിനിമകളാണ് വിജയിച്ചത്. 150 സിനിമകൾ ഇറങ്ങിയിട്ട് 100 സിനിമ വിജയിച്ച ഒരു വർഷം ഒരു സിനിമ ഇൻഡസ്ട്രിയിലും ചരിത്രത്തിലുണ്ടായിട്ടില്ല. കാരണം ബേസിക്കലി ഹൈ ഫെയിലിയർ റേറ്റ് ഉള്ള ബിസിനസ്സാണ്. സോ ആസ് എ ബിസിനസ് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്. രാജേട്ടൻ്റെ കോമഡി സിനിമകൾ റിലീസാകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പം അതിൽ കാഷ്യൂനറ്റ് ഒക്കെ കിട്ടുന്നൊരു സന്തോഷമാണ്. ചിലർക്ക് അത് ഇഷ്ടമല്ലേ? എല്ലാവർക്കും അത് എനിക്കിഷ്ടമല്ലേ? അതിപ്പം പ്രൊമോഷൻ ആയാലും എവിടെ പോലും നമുക്ക് അത് കാണാൻ പറ്റും. കാരണം ഇതുവരെ കാണാത്ത നമുക്ക് രാജേട്ടനെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും പലപ്പോഴും. ആ ഒരു എൻജോയ് ചെയ്തിട്ട് രാജേട്ടൻ പലപ്പോഴും കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഞാൻ എല്ലാ സിനിമകളും ആക്ച്വലി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ സിനിമയുടെ കണ്ടന്റിന്റെ സ്വഭാവം ആ സെറ്റിനും ഉണ്ടാകും, ആ സിനിമയെ സംബന്ധിച്ച് നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ഉണ്ടാകും. ഇപ്പോൾ ആടുജീവിതത്തിന് വന്നിട്ട് നജീബൊക്കെ അനുഭവിച്ച യാതനകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനും ബ്ലസ് അയ്യോ അത് വളരെ മോശമല്ലേ? അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ആ സിനിമയുടെ ഒരു സ്വഭാവം എല്ലാത്തിനും ഉണ്ടാവും. അപ്പൊ അത് ഈ സിനിമയുടെ സ്വഭാവമാണ് നിങ്ങൾ ഇതിന്റെ പ്രൊമോഷൻസിനും ഒക്കെ കാണുന്നത്. അപ്പൊ അത് പിന്നെ ഈ നമ്മൾ അത്ര ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ കണ്ടന്റ് സ്വഭാവം സെറ്റിനും ഒക്കെ വരും. ഇപ്പം എന്താണ്, എമ്പുരാന്റെ സെറ്റിൽ പോയാൽ അങ്ങനെ വലിയ ചിരിയും കളിയൊന്നും കാണില്ല, കാരണം ഭയങ്കര സീരിയസ് വിഷയങ്ങളാണല്ലോ അവിടെ. നേരെ മറിച്ച് ഇവിടെ സെറ്റിലാകുമ്പോൾ എല്ലാവരും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ്. പക്ഷേ അഫ്കോഴ്സ് അതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല, വളരെ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യുന്നൊരു ടീം വിപിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും ടെൻഷനില്ല. ഞങ്ങൾക്ക് ആർക്കും ഈ സിനിമ നന്നായിട്ട് എടുക്കുന്നുണ്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും ആർക്കും എവിടെയും ഒരു സംശയങ്ങളോ ടെൻഷനോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം ചേർന്നിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ പോകുമ്പോഴൊക്കെ ഒരു ബ്രേക്ക് എന്നുള്ളത്, ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു സലാറിൻ്റെ സെറ്റ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു അടുത്തൊരു 5 ദിവസം ഗുരുവായൂരമ്പ നടയിലെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ഒരു 5 ദിവസം ചില്ല് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി അങ്ങോട്ട് പോകുന്നു. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഹാപ്പി എക്സ്പീരിയൻസ് ആയിരുന്നു. ബേസിലേട്ടാ, രാജേട്ടനെ കൂടുതൽ ആദ്യ പടാണല്ലോ. നിങ്ങൾ ഇതിനു മുമ്പ് മീറ്റ് ചെയ്ത ഒരു സെൽഫി കഥയാണല്ലോ, ഫോട്ടോ എടുക്കാണല്ലോ ആദ്യം പോയത്. ഈ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴാണ് അത് ബ്രേക്ക് ചെയ്തത്? ആ ഒരു പേടിയോട് കൂടിയിട്ടാണ് രാജേട്ടൻ്റെ കൂടെ അഭിനയിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെ ആ ഒരു ബ്രേക്ക് ചെയ്യുന്നൊരു മൂവ്മെന്റ് ഉണ്ടല്ലോ കൂടെ അഭിനയിക്കുന്ന സമയത്ത്, എപ്പോഴായിരുന്നു ഒരു ബ്രേക്ക്? ആ ബ്രേക്ക് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെയൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അത് ഐസ് ബ്രേക്ക് ഏത് കാര്യം വെച്ചാൽ, പക്ഷെ അതൊരു ഓർഗാനിക് ആയിട്ടുള്ള പ്രോസസ്സാണല്ലോ. നമ്മൾ കുറച്ച് 2-3 ദിവസം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം എല്ലാവരും വന്ന് ആളിയാ എന്തൊക്കെയാണ് അങ്ങനെ പറയില്ലല്ലോ എന്തായാലും. അപ്പോൾ അതിങ്ങനെ മെല്ലെ മെല്ലെ അതങ്ങനെ ആ ഒരു പ്രോസസ്സാണ്. അതങ്ങനെ കൃത്യമായിട്ട് എന്താണ് എങ്ങനെയാണെന്നൊന്നും ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ഈ പറയുന്ന എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ആദ്യം മുതലേ അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ട്. സിനിമകൾ കണ്ടിപ്പോൾ എൻ്റെ സിനിമ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ രാജുവിൻ്റെ സിനിമ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അല്ലാതെ നേരിട്ട് ഒരു പ്രോപ്പർ കോൺവെർസേഷൻ ഈ സിനിമയുടെ സെറ്റിലാണ് സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. ബേസിലേട്ടൻ നമ്മുടെ ദുബായിൽ പ്രൊമോഷന് വേണ്ടി പോയ സമയത്ത് പുതിമുഖം പാടിയത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ഇപ്പോൾ പല സ്റ്റേജിൽ പോയാലും നമുക്കൊരു മൈക്കിട്ട് ഞങ്ങൾ ആദ്യം പാടുന്ന 2 വരിയായിരിക്കും പുതിയമുഖം. ഇത് പാടി കഴിഞ്ഞിട്ട് രാജേട്ടൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? കണ്ടില്ലേ വീഡിയോയില്? വെരി ഗുഡ് എന്ന് പറഞ്ഞു. അത് നേരത്തെ പ്ലാൻ ചെയ്തതാണോ അത് അവിടെ നിന്ന് സ്പോട്ടിൽ പാടിയത്? പ്രാക്ടീസ് ചെയ്തിട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ 2 വരി പാടാൻ ഇല്ല, അതങ്ങനെ ഇല്ല. ആ സമയത്ത്
ഓഡിയൻസിൽ ഉണ്ടായിരുന്ന ഒരാൾ അത് പാടാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടതിൻ്റെ ഭാഗമായിട്ട് ബേസിലേട്ടൻ പാടാൻ ശ്രമിച്ചതാണ്. എന്നാലും അല്ല, അതിന് തൊട്ട് മുന്നേ ഒരു സമയത്ത് യുവാക്കളെ ഇങ്ങനെ കോരിത്തെരിപ്പിച്ചൊരു പാട്ട് ഇത്ര വലിയൊരു കോമഡി പീസായിരുന്നു. അത് basically ആ സമയത്ത് അതിന്റെ വേറൊരു വേർഷൻ ഇറങ്ങിയായിരുന്നല്ലോ, കല്യാണ ഫംഗ്ഷൻ എങ്ങാണ്ട് ഇതുപോലെ ഒരു അതാണ് ഇതിന്റെ ആക്ച്വൽ. ഇല്ല, രാജുവേട്ടൻ ആ സമയത്ത് ഒരുപാട് നിർബന്ധിച്ചു, പാടൂ പ്ലീസ് പ്ലീസ്, ഒരിക്കൽ കൂടി പാടൂ പ്ലീസ്. ആ സ്പേസിലാണ് പുള്ളി പാടിയത്. മറ്റേ ഇല്ല, ബേസിലിന്റെ പാട്ട് ഇപ്പൊ ഇന്നലെ ലാസ്റ്റ് കേട്ടിട്ട് ഇപ്പൊ ഇതുവരെ കേൾക്കാഞ്ഞിട്ട് ഞാൻ മിസ് ചെയ്യുന്നു. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ബേസിൽ. ശരിക്കും പൃഥ്വിരാജ് ബേസിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത്? അത് ബേസിൽ എപ്പോഴും ഹാപ്പിയാണ്. ഞാൻ ബേസിലിനെ അങ്ങനെ ബേസില് ഞാൻ എപ്പോ കാണുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഒരു ബേസിൽ ഹാപ്പി ആകുന്നത് മാത്രമല്ല, ബേസിലിന്റെ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനല്ല. അപ്പൊ അതെനിക്ക് ബേസിലിന്റെ ഭയങ്കര ഇൻസ്പയറിംഗ് ഒരു പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ട്. ബേസിൽ ഭയങ്കര പേടിയായിരുന്നു ആദ്യമൊക്കെ. ചുമ്മാ വെറുതെ ഇന്റർവ്യൂവിനൊക്കെ വന്നിരുന്ന് പൃഥ്വിരാജുള്ള എക്സ്പീരിയൻസ് പറയാം, എവിടെയെങ്കിലും തുടങ്ങണ്ടേ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ അല്ലാതെ ഇങ്ങനെ. അനശ്വര ഇപ്പൊ ചെയ്യുന്ന സിനിമകൾ നമ്മൾ റിലീസിന് ഒരുങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും പറയും ഈ സിനിമ ഹിറ്റ് അടിക്കുന്നു പറയാറുണ്ട്. ഈ ഭാഗ്യ നടി എന്നൊരു പേര് വരുമ്പോൾ അനശ്വരയ്ക്ക് അത് എങ്ങനെയാണ് എടുക്കുക? ഞാനത് എവിടെയും ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ എവിടെയും പറയുന്നില്ല, അങ്ങനെയൊന്നുമില്ല. ഞാനൊരു ഭാഗ്യ നടി എന്നുള്ളൊരു ഫാക്ടറൊന്നും ഞാനത് ആ ഒരു സാധനമൊന്നും എടുത്ത് തലയിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എനിക്കത് വേണ്ടതാണ്. ബിക്കോസ് അതൊരു സിനിമ പൊട്ടുന്നവരെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സിനിമ ഈസ് ഓൾ അബൌട്ട് അത് നമ്മളുള്ളതുകൊണ്ട് അത് ഹിറ്റാവുന്നൊരു സാധനമൊന്നുമല്ല. അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന നമ്മളെക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ അതിൻ്റെ ഓഫ് സ്ക്രീനിലുണ്ട്. അപ്പം അവരുടെ ഒരു ഇതും കൂടിയാണ്, അല്ല അവരുടെ ഇതാണ്. അല്ലാതെ ഞാനുള്ളതുകൊണ്ട് ആ പടം ഇതാവുന്നു ആ ഒരു സാധനമൊന്നും എനിക്ക് എവിടെയും വേണ്ട. ആക്ച്വലി എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. എനിക്ക് അതിപ്പം റിസ്ക് ആണെങ്കിലും എനിക്കത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അതൊരിക്കലും ഈ ഭാഗ്യനായിക എന്നൊരു പട്ടം എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് എനിക്ക് പറ്റുമെന്ന് എനിക്കത് തോന്നുന്നില്ല. സോ ആ സിനിമ വിജയിച്ചാലും ഇല്ലെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്യണം എല്ലാ ക്യാരക്ടേഴ്സും എന്നൊരു ഫീലിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നന്ദനത്തിനകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അമ്പലനടയിൽ വീണ്ടും പോയി നിൽക്കുന്ന സമയത്തുള്ള ഒരു പൃഥ്വിരാജുണ്ട്. അന്ന് നന്ദനത്തിൽ നിന്ന ഒരു പയ്യൻ ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ ആ തോട്ട് പ്രോസസ്സിനെ ഒന്ന് സ്വയം വിലയിരുത്തിയിട്ടുണ്ടോ? എങ്ങനെയാണത് വിലയിരുത്തുക? ഒരു പെർട്ടിക്കുലർ പൊസിഷനിലെത്തി എന്ന് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും. ഞാൻ ഇനി ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഒരുപാട് ദൂരം ഇനി മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ലൈഫിലൊരു വലിയ അച്ചീവ്മെൻറ്റ് കൈവരിച്ച് കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന അതേ മേഖലയിൽ അതേ ഇൻഡസ്ട്രിയിൽ തന്നെ എത്രയോ വലിയ ലെജൻസ് ഇന്നും സജീവമായിട്ട് നിലനിൽക്കുന്നില്ലേ. അപ്പോൾ അവരുടെയൊക്കെ തണലിൽ എന്നെ കാണുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ്. പിന്നെ ഗുരുവായൂർ അമ്പല നടയിൽ എനിക്ക് വീണ്ടും പോയി നിൽക്കാൻ പറ്റിയില്ല ഷൂട്ടിങ്ങിന് വേണ്ടി. കാരണം ഇപ്പോൾ അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടില്ല. നന്ദനം ശരിക്കും ഒറിജിനൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇന്നിപ്പോൾ അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല. ഇനിയിപ്പോൾ അതല്ല, പെർമിഷൻ കിട്ടിയിരുന്നുവെങ്കിൽ പോലും ഈ സിനിമയുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഷൂട്ട് ചെയ്യേണ്ട പോർഷൻസ് ഒരിക്കലും ആ റിയൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും ദിവസങ്ങൾ അത് കംപ്ലീറ്റ് ബ്ലോക്ക് ഓഫ് ചെയ്ത് ആക്ഷനും പരിപാടിയൊക്കെ അത് നടക്കുന്ന കേസല്ല. അങ്ങനെ നമ്മൾ ആക്ച്വലി ഒരു ഫുൾ സെറ്റായിരുന്നു ഇട്ടിരുന്നത്. ഒരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ അതേ 1:1 റേഷ്യോ സൈസിലുള്ള ഒരു സെറ്റ് ഇട്ടിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. പക്ഷേ വലിയ സന്തോഷം, ഇൻ ദ സെൻസ് ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ പരാതി പറയാനൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും. ഞാൻ ആക്സിഡൻ്റലി എത്തിപ്പെട്ടൊരു മേഖലയാണല്ലോ. ഞാൻ ഇപ്പോൾ അനശ്വരയൊക്കെ ജനിച്ച് 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ സിനിമാ നടിയാകണമെന്ന് ആഗ്രഹിച്ച കുട്ടിയാണെന്ന് ഇപ്പൊ പറയുകയുണ്ടായി. അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? ഞാനിങ്ങനെ കേട്ടത്. ഞാൻ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഒരു ആക്സിഡൻ്റലി വന്ന് പെട്ടൊരു മേഖലയിൽ സക്സസ് കണ്ടെത്താനും ഇത്രയും വർഷങ്ങൾ പ്രവർത്തിക്കാനും സാധിച്ചു എന്ന് പറയുന്നതിൽ പ്രേക്ഷകരോടും ദൈവത്തോടും ഒക്കെ നന്ദി പറയുന്നു. അതിനിയും അങ്ങനെ തന്നെ ഇനിയും ഇവിടെ നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അനശ്വര, നമ്മുടെ ഈ ഒരു സിനിമയിൽ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ മനസ്സ് കീഴടക്കിയ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കുറേ കോമഡി വീഡിയോസിലൊക്കെ കൂടെ. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് നമ്മുടെ ഈ മൂവിയിലുണ്ട്. അതുപോലെ തന്നെ അനശ്വര ഈ ഒരു മൂവിയിൽ 21 ദിവസത്തോളം ആ ഒരു സെയിം അറ്റേറിൽ, കല്യാണപ്പെണ്ണിൻ്റെ അറ്റേറിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഈ ഒരു കോമഡിയൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ തന്നെ ഫൺ എലമെൻറ്റ്സ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് ഡെയിലി ഈ ഒരു സെയിം അറ്റേറിലൊക്കെ വരുമ്പോൾ അവർക്ക് എന്തായിരുന്നു അവരുടെ കമൻസ് ഒക്കെ? അതുപോലെ തന്നെ അത് ഒരുപാട് ലൈക്ക് മടുത്തോ ആ ഒരു അറ്റേറിൽ ഡെയിലി വരുമ്പോൾ? അവരും സെയിം അറ്റയർ തന്നെയായിരുന്നു 21 ദിവസവും.
പിന്നെ ഒരു കാര്യം, ഞാൻ ജനിക്കുമ്പോഴേ ഞാൻ നടിയോളാണ്. ഞാൻ ആക്സിഡന്റ് ആക്ടറാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഓക്കെ, ബാക്ക് ടു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പൊ 21 ദിവസവും എല്ലാവരും അതേ അറ്റയർ തന്നെയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ കുറെ ഒരു 1500 ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അപ്പം അവർക്കും ഇപ്പം എല്ലാവരെയും ആണെങ്കിലും ഇപ്പം ആദ്യമൊക്കെ കാണുമ്പോൾ അവരെല്ലാവരും ഒന്ന് നോക്കും, അവരൊന്ന് ചിരിച്ചൊക്കെ പോവായിരുന്നു. അവസാനമൊക്കെ ആകുമ്പോൾ അവർക്ക് ശീലമായി. ആ മട്ടിലായിരുന്നു എല്ലാവരും വന്നിട്ട് പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് എല്ലാവർക്കും നമ്മളെ കണ്ട് യൂസ് നമ്മൾ പുറത്ത് വന്നിരുന്നാലും അവർ ഉള്ള മട്ടിൽ അങ്ങനെ അങ്ങ് പോകും. ഞാൻ ഫസ്റ്റ് 2 days ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഡ്രസ്സിലും മൊത്തത്തിലും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു 1 week ഒക്കെ കഴിഞ്ഞപ്പം മതിയായി. കാരണം ചത്തുപോയി. കാരണം ഈ മുടി, ഈ മൊത്തത്തിലുള്ള ഡ്രസ്സ്, ഇത് അഴിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ബ്രേക്ക് ആവുന്ന സമയത്ത് പോലും പ്രോപ്പർലി അഴിച്ചു വെച്ച് അത് പിന്നെ 1.5 മണിക്കൂർ അടുത്താണ് റെഡി ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് പിന്നെ അഴിച്ചു വെച്ച് പിന്നെ ഇടാനുള്ള ടൈമൊന്നും ഇല്ല. അപ്പം അവരെല്ലാവരുടെയും കൂടെ ഇപ്പം എല്ലാവരും നമ്മുടെ സാബു ഉണ്ട്, നമ്മുടെ കുറേ പേരുണ്ട്, ഒരു 6-7 പേരുണ്ട്. അപ്പം അവരൊക്കെ കൂടി നമ്മൾ ഈ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഓരോന്ന് ഗെയിമൊക്കെ കളിച്ച് നമ്മൾ വർത്താനം പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി. അത് തന്നെയാണ് പടത്തിൻ്റെ വൈബും. അങ്ങനെ കളിയാക്കി നമ്മൾ അവിടെ ഇരുന്ന് സംസാരിക്കും ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ. രാജുവേട്ടൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പോഴത്തെ പൃഥ്വിരാജ് എന്ന നടന്റെ കരിയർ എങ്ങനെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത 10 വർഷം കഴിഞ്ഞ് എന്താണെന്ന് ഒരു 60s പൃഥ്വിരാജിന്റെ എങ്ങനെയായിരിക്കും ഇപ്പൊ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? തുടക്കത്തിൽ തന്നെ നാളെ രാവിലത്തെ പൃഥ്വിരാജ് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല ആക്ച്വലി. അല്ല, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കരിയറൊക്കെ ഞാൻ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അത് വീണ്ടും ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്നൊരു ചുറ്റുപാടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ഇനി നിലനിന്ന് പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴും ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. അതിന് 60 വയസ്സായാലും എത്ര വയസ്സായാലും എനിക്ക് എത്ര നാൾ ജീവിച്ചിരുന്നാലും അത്രയും നാൾ സിനിമയിലുണ്ടാകണം, സിനിമയുമായിട്ട് ഇൻവോൾവ് ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് സാധിക്കട്ടെ, അത്രയേ ഉള്ളൂ. നിഖില കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുള്ള ഇപ്പോൾ കബനി, പിന്നെ ജോൺ ജോയിലെ ക്യാരക്ടർ, ഈ ക്യാരക്ടേഴ്സൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്തും അത് ചൂസ് ചെയ്യുന്ന സമയത്തും ചെയ്യുന്ന സമയത്തുമൊക്കെ ഈ എഴുത്തുകാരുടെ ഒരു റൈറ്റിംഗ് ഉണ്ട്. അവരോട് ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇത് നമ്മൾ കഥാപാത്രങ്ങളിലൂടെ നമ്മളും ശ്രദ്ധിക്കും. ചിലയിടങ്ങളിലൊക്കെ ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ എടുത്തു പറയും. ഈ ക്യാരക്ടറിനെ പോലെ അത് നല്ല ആശയങ്ങളാണെങ്കിൽ നമ്മൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ആശയങ്ങളിലൂടെ നമ്മൾ ഈ സിനിമയിൽ നിൽക്കുന്ന ഇത്രയും വർഷങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ വളരുകയാണ്. ആശയപരമായി കൂടെ നമ്മളതിനെ മനസ്സിലാക്കുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് നടത്തുന്നത്? നിഖിലയെ പോലെ ഒരു ആർട്ടിസ്റ്റ് നടത്തുന്നത്? ഇല്ല, ഞാൻ എല്ലാ സിനിമകളും അങ്ങനെയല്ല ചൂസ് ചെയ്യാറ്. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചില സിനിമകൾ നമ്മൾ പ്രൊഡക്ഷൻ വാല്യൂ, കമേഴ്ഷ്യൽ എലമെൻറ്റ്സ് അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചൂസ് ചെയ്യാറ്. ഇപ്പോൾ ഗുരുവായൂരമ്പലം നടയിൽ അങ്ങനെ ഒരു സിനിമയാണ് അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് ഒരു വലിയ സിനിമയാണ്. ഒരു നല്ല സ്റ്റാർ കാസ്റ്റുള്ള ജയജയഹയ്ക്ക് ശേഷം ബിന്ദാസ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് തന്നെയായിരുന്നു അതിൻ്റെ എക്സൈറ്റിംഗ് ഫാക്ടർ. അപ്പോൾ അതിൽ പറയുന്ന പോലെ എൻ്റെ ക്യാരക്ടറാണ് പ്രൊമിനൻറ്റ് അങ്ങനെയില്ല. പക്ഷേ ഈ പറയുന്ന കഥയിൽ ഇപ്പം എൻ്റെയോ അനശ്വരയുടെയോ ക്യാരക്ടേഴ്സ് ഇല്ലാതെ ഈ കഥ കംപ്ലീറ്റ് ആവില്ല. അപ്പം അങ്ങനെയുള്ള സ്പേസിലുള്ള ക്യാരക്ടേഴ്സും ചില സമയങ്ങളിൽ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. എനിക്കത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഒരു മെയിൽ ആക്ടർ ചൂസ് ചെയ്യേണ്ടതുപോലെ നമുക്കങ്ങനെ അത്രയും ലിമിറ്റേഷൻസ് ഇല്ല. നമുക്ക് എന്താ പറയുക, ഇതൊക്കെ ഉണ്ടെങ്കിലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യാൻ പറ്റും. അപ്പം ഏതൊരു കമേഴ്ഷ്യലി വെൽ പ്ലേസ്ഡ് ആവുന്ന സിനിമയായിരിക്കാം, അല്ലെങ്കിൽ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളായിരിക്കാം. ചിലത് കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമ്പം അത് കമേഴ്ഷ്യലി പ്ലേസ് ചെയ്യപ്പെടും എന്നുള്ളതുണ്ട്. അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും നോക്കിയിട്ട് തന്നെയാണ് സിനിമയിൽ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഒരു ഗ്രാഫ് ഇടയ്ക്കൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കും? തീർച്ചയായിട്ടും. ബട്ട് ഈ പറയുന്ന ഗുരുവായൂരമ്പലങ്ങളിൽ അങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം നിഖിലേഷ് പറഞ്ഞ പോലെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോഴായാലും ഐ എം സോ ഹാപ്പി. കാരണം നല്ല സിനിമയുടെ കുറേ ഭാഗമാവാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പം നേരും മോസ്ലറും ഗുരുവായൂരമ്പലം നടിയും കുറേ എന്താ പറയുക ആക്ടേഴ്സിൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും അല്ലാത്തയും കുറേ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. നേരിൽ അനശ്വര ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പോഴാ സമ്മതിക്കണേ. ആദ്യം സെറ്റിൽ വന്നത് ഞാൻ ഇല്ല സെറ്റിൽ വന്നിട്ട് ജഗദീഷ് ചേട്ടൻ വന്നിട്ട് എന്തോ നല്ലത് പറഞ്ഞു. അപ്പോൾ ഇവളാ എന്നും പറഞ്ഞു പോയ മനുഷ്യനാണ്. ചോദ്യം കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ എനിക്ക് വന്നത് അതാണ്. അതായത്
നേരിന് ശേഷം ഗ്രാഫ് കൂടി എന്നുള്ളതിലും ഗുരുവായൂരമ്പല നടയിൽ വന്നപ്പോൾ എല്ലാവരുടെയും തൊലിക്കട്ടി ഭീകരമാവും കൂടി എന്നുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ തൊലി കോൺഫിഡൻസിലായിരുന്നു. അതായത് നല്ല നല്ല പെർഫോമൻസ് എന്ന രീതിയിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് വന്നിട്ട് നേരെ ഡിം എന്ന് പറയുന്നത് ഗുരുവായൂരമ്പലടല്ല. കാരണം അപ്പുറത്തിപ്പുറത്തൊക്കെ കളിയാക്കല്. ഷോർട്ട് അഭിനയിച്ച് ഓക്കെ എന്ന് പറയും. ഓക്കെ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അഭിനയിക്കുന്നത്. എല്ലാവരും വിഷമിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം കൗണ്ടർ ഉണ്ടല്ലോ. എന്റെ ഷോട്ട് കൂടി വെച്ചാൽ സെറ്റ് ആവും. എഡിറ്റിൽ പിടിക്കാം. അഭിനയൊക്കെ എഡിറ്റിൽ പിടിക്കാൻ പറ്റും, ഡബിൽ പിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം വിപിനേട്ടൻ അപ്പുറത്ത് പറയും കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് സൗന്ദര്യം കൂടെ ഉണ്ടെങ്കിൽ നന്നായേനെ. എന്നാൽ അപ്പുറത്ത് തളർത്തലാണ്. അപ്പം അവിടെ പിടിച്ചു നിൽക്കുക ഒരു അത്യാവശ്യം തൊലിക്കട്ടി ഒന്നും പോരാ. അതെ അതെ അതെ. ബേസിൽ ജോസഫ് രാട്ടുംതോലിട്ട ചെന്നായാണ് മലയാള സിനിമ പ്രേക്ഷകർക്ക്. അത് ഇതുവരെ കിട്ടാത്തൊരു അപ്രിസിയേഷൻ ആണ് എനിക്ക് ഇവിടെ നന്നായിട്ടുള്ളത്. ബേസിൽ ജോസഫ് ആട്ടുംതോലിട്ട ചെന്നായി പൃഥ്വിരാജ്. ഓക്കെ, നമ്മുടെ ഈ ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് രാജേട്ടൻ പറയുന്നുണ്ട് എൻ്റെ മകളുടെ കല്യാണം വിളിക്കാൻ വന്നതാ എല്ലാവരും പറയണമെന്ന്. അനിയത്തിയുടെ അല്ല, റിയൽ ആയിട്ട് അതൊരു ഷോർട്ട് ഫിലിമില് എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ് എല്ലാവരും പറയുന്നത്. അപ്പം ശരിക്കും ആ സമയത്തൊക്കെ അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയത്. അങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ. അപ്പോൾ രാജേട്ടനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടോ? ഞാനിപ്പം തൊട്ടു മുമ്പിലത്തെ ഇന്റർവ്യൂവിൽ അത് പറഞ്ഞേ ഉള്ളൂ. എനിക്ക് സത്യത്തിൽ ഈ വിപിൻ വന്നിട്ട് ഇങ്ങനെ ഇത് എഴുതിയപ്പോൾ ഇതിലെന്താ ഈ തമാശ എന്നെനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ വിപിൻ ഇതെന്താണ് ഇങ്ങനെ ഒരു ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് എടുക്കാൻ വേണ്ടി ഒരു ദിവസം വേറൊരു ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഫുൾ യൂണിറ്റ് അവിടെ പോയിട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇത് ഈ ഒരു കട്ടെടുക്കാൻ എന്താണ് ഇതിന് ഇത്ര ഒരു... അപ്പോഴാണ് വിപിനാണ് നീ കാണിച്ചിരുന്നത് ഇങ്ങനെ ഭയങ്കര വൈറലായ ഒരു സാധനമുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ എനിക്കത് ആദ്യം വിപിൻ അത് കാണിച്ചു തരുമ്പോഴും ഒരു ചേച്ചി വന്ന് മോളുടെ കല്യാണം വിളിക്കുന്നു, അതിലെന്താ ഇത്ര തമാശ എനിക്ക് പിടിയിട്ടില്ല. പക്ഷെ ഫോർ സം റീസൺ അതങ്ങ് ഫണ്ണി ആകുന്നു, ട്രാക്ഷൻ അത് ഭയങ്കര പോപ്പുലർ ആകുന്നു. അപ്പോൾ ശരിയാണ്, അത് തന്നെയാണ് ഇൻസ്പിറേഷൻ. അതെ, യോഗി ബാബുവിനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്? വിപിനാണ് ആദ്യം എന്നോട് പറയുന്നത് ഇങ്ങനെ ആ ക്യാരക്ടർ യോഗി ബാബു അല്ല, കഥാപാത്രം ഒരു തമിഴ് ക്യാരക്ടറാണത്. സ്ക്രിപ്റ്റിൽ ആദ്യം മുതലേ ഒരു തമിഴ് ക്യാരക്ടറാണ്. അപ്പോൾ പിന്നെ വിപിൻ വന്നപ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒക്കെ മാറി എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ പരിപാടിയും എൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ. അപ്പോൾ വിപിനാണ് പറഞ്ഞത് ഇങ്ങനെ യോഗി ബാബുവിനെ കിട്ടിയാൽ നല്ലതായി. ഇപ്പോൾ അദ്ദേഹം ഭയങ്കര ബിസിയാണ്. പക്ഷേ ഓഫ്കോഴ്സ് ഒരു ഡയറക്ടർ ആവശ്യപ്പെടുമ്പോൾ അത് അന്വേഷിക്കുക, അത് നടക്കുമോ എന്ന് നോക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറിൻ്റെ ചുമതലയാണല്ലോ. പക്ഷേ ഇത് വിളിച്ചപ്പോൾ അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി ഞാൻ ജയ കണ്ടാണ്, എനിക്ക് പൃഥ്വിരാജിനെ അറിയാം, ബേസിലിനെ അറിയാം, അറിയാമെന്ന് വെച്ചാൽ പേഴ്സണലി അല്ല, അറിയാം, ഉറപ്പായിട്ട് ഞാൻ വന്ന് ചെയ്യാമെന്ന് പറയുകയും അദ്ദേഹം ഞങ്ങൾ ആവശ്യപ്പെട്ട ഡേറ്റുകൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ആ സമയം കണ്ടെത്തി വന്ന് പൂർണ്ണമായും നമ്മളോടൊപ്പം നിന്ന് ചെയ്തു. ഇപ്പോൾ ശരിക്കും ആക്ച്വലി ആ ക്യാരക്ടർ സിനിമയിൽ വരുമ്പോൾ നമുക്ക് ചിരി വരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം അദ്ദേഹം അത് ചെയ്ത രീതിയും കൂടെയാണ്. അപ്പോൾ അത് കൊള്ളാം, സന്തോഷം ഈ സിനിമയിലൂടെ അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തി എന്നുള്ളത്. നമ്മൾ സിനിമ ബിസിനസ് കൂടെയാണ്, അതാണ് ഇപ്പോൾ നമ്മൾ മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇത് ബിസിനസ് എങ്ങനെ നടക്കും എന്നുള്ളത് കൂടെ നമ്മൾ നോക്കും. പക്ഷേ പൃഥ്വിരാജിന് ആടുജീവിതം പോലൊരു സിനിമ ചെയ്യുന്ന സമയത്ത് വേറൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇത് ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കണം, ഇല്ലെങ്കിൽ ഈ സാധനം വിൽക്കണം എന്നുള്ളൊരു ആശയം കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഒരു കലാമൂല്യമുള്ളൊരു സിനിമയാണെന്നുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത്. ബ്ലെസ്സി കൊണ്ടുവരും. രണ്ട് തിരുത്തലുകളുണ്ട്. ഒന്ന്, ഈ ബിസിനസ്സാണ് എന്ന് കരുതിയിട്ട് നമുക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് സിനിമയെ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ആർട്ട് ഫോം നിലയ്ക്ക് വളരെ ഓണസ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുകയും അതിൽ ഒരു ബിസിനസ് മോഡൽ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഇത്ര രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ നമുക്കൊരു പരിപാടി ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. ചില സിനിമകൾക്ക് ഭാഗ്യവശാൽ വലിയ ലാഭം ഉണ്ടാവുകയും ചില സിനിമകൾക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നത് അതൊരു ഇവൻച്വാലിറ്റിയാണ്. അതൊരു ബിസിനസ്സിനെ കണ്ടിട്ട് ഇതിനു വേണ്ടി നമുക്കൊരു സിനിമ ഉണ്ടാക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സിനിമ ചെയ്യാനേ പറ്റൂ. ആടുജീവിതം പോലൊരു സിനിമ ഇപ്പോഴല്ല, തുടങ്ങിയ ആ ഒരു ചിന്ത തുടങ്ങുന്ന സമയത്ത് തന്നെ ബ്ലെസ് ചേട്ടനും ഞാനും നല്ല ബോധവാന്മാരാണ്. ഇതൊരു സിനിമയുടെ സോ കോൾ വാണിജ്യപരമായ എക്സിസ്റ്റിംഗ് ബിസിനസ് മോഡൽസ് ഒന്നും തന്നെ ഈ സിനിമയ്ക്ക് ഒരർത്ഥവും അതിന് കാണില്ല. കാരണം ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയല്ല എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ഇത് ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമയാണെന്ന് താനും, എന്നാൽ നമ്മുടെ പരമ്പരാഗത മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഷയൊന്നും ഈ സിനിമയുടെ നെറേറ്റീവിന് ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് പണ്ടേ അറിയാം. അതിൽ ആക്ച്വലി ഏറ്റവും ഞങ്ങൾ ഇപ്പോൾ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണ്. കാരണം ആ സിനിമയ്ക്ക് ഇത്ര വലിയൊരു വാണിജ്യ വിജയം തന്നത് പ്രേക്ഷകർ തന്നെയാണല്ലോ. ഞാനിപ്പോൾ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സിനിമ റിലീസാവുന്നതിന് തലേ ദിവസമൊക്കെ കണ്ട ആൾക്കാർ പോലും ഗംഭീര സിനിമയാണ്, ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും മൂവിങ് സിനിമകളിൽ ഒന്നാണ്, പക്ഷേ ഇത് കമേഴ്ഷ്യലി എങ്ങനെ വർക്കാവുമെന്ന് അറിയില്ല എന്നാണ് ബ്ലെസ് ചേട്ടനോടും എന്നോടും പറഞ്ഞത്. പക്ഷെ അത് ഞങ്ങളെ ഏറ്റവും അതിൽ ഒബ്ലിഗേറ്റഡ് ആവുന്നത് ഒരു വലിയ പ്രേക്ഷക സമൂഹം ഈ സിനിമയ്ക്ക് ഇത്ര വലിയൊരു കമേഴ്ഷ്യൽ സക്സസ് തന്നു എന്ന് പറയുന്നിടത്താണ്. അപ്പോൾ സിനിമ
എത്ര വലിയ സിനിമയാണെങ്കിലും എത്ര ചെറിയ സിനിമയാണെങ്കിലും ലാഭമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ബിസിനസ് അല്ല ആവരുത് സിനിമ. ലാഭമുണ്ടാക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സാണ് ചെയ്യേണ്ടത്, സിനിമ ചെയ്യരുത്. സിനിമ ഇതിനോടുള്ളൊരു ഇഷ്ടവും പാഷനും സ്നേഹവും കൊണ്ട് തന്നെ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിലാണ് അതിൽ ലാഭം കിട്ടുക. കാരണം ബേസിക്കലി ഹൈ ഫെയിലിയർ റേറ്റ് ഉള്ള ബിസിനസ്സാണ്. ഇപ്പോൾ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ആദ്യത്തെ കാര്യം, ഇപ്പോൾ അടുത്തിടയ്ക്ക് എല്ലാവരും പറയുമല്ലോ, ഇപ്പോൾ നമ്മൾ മലയാള സിനിമ ഓഹോ ആഹാ എന്ന് പറയുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് കൂടെ തന്നെ ഇരുന്നിട്ട് മലയാള സിനിമ തകർച്ചയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ചർച്ചകൾ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ വർഷം 150 സിനിമകൾ ഇറങ്ങി, അതിൽ വെറും 10 സിനിമകളാണ് വിജയിച്ചത്. 150 സിനിമകൾ ഇറങ്ങിയിട്ട് 100 സിനിമ വിജയിച്ച ഒരു വർഷം ഒരു സിനിമ ഇൻഡസ്ട്രിയിലും ചരിത്രത്തിലുണ്ടായിട്ടില്ല. കാരണം ബേസിക്കലി ഹൈ ഫെയിലിയർ റേറ്റ് ഉള്ള ബിസിനസ്സാണ്. സോ ആസ് എ ബിസിനസ് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഓൺലി മേക്ക് സെൻസ് ടു ഡു ഇറ്റ് ഫോർ ദ ലവ് ഓഫ് ദി ആർട്ട്. അത് വളരെ ഓണസ്റ്റ് ആയിട്ട് ചെയ്താൽ, അത് വളരെ സത്യസന്ധമായിട്ട് ചെയ്താൽ അതിനൊരു റിവാർഡ് തരുന്നൊരു പ്രേക്ഷക സമൂഹം ഇന്നിവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സമാധാനം. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ടീച്ചിങ് കാർഡ്.